അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നേരെ ഏർവാടിയിലേക്ക് പോകുന്ന യാത്രക്കിടെ തൂത്തുക്കുടി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. അതിൽപ്പെട്ട ഒരു ദർഗയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഏർവാടി ശുഹദാക്കളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു മക്ബറകളാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ സിയാറത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇനി നേരെ ഭക്ഷണം കഴിക്കണം. ഇവിടെ നിസ്കാരമൊക്കെ നമ്മൾ കഴിച്ചല്ലേ, അതെല്ലാം കഴിഞ്ഞ് ഇനി നേരെ ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ 1-2 കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഇവിടുന്ന് അടുത്ത യാത്ര നമ്മൾ വീണ്ടും തുടക്കം കുറിക്കാം കേട്ടോ. നമ്മളെ മുതലാളി ജുനൈദ് കയ്യിലൊക്കെ പിടിച്ച് റെഡി നിൽക്കുന്നുണ്ട്. കുളിച്ച് നല്ല ടീഷർട്ടൊക്കെ ഇട്ട് കുട്ടപ്പനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ സലീമിന്റെ മങ്ങളുണ്ടെന്ന് പറഞ്ഞത് പാട്ടൊന്നും ഓഫയോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ? നീ ഇരുന്നോ, ബഹുമാനിക്കണ്ടപ്പാ. ആ സലീം കുളിച്ച് നല്ല അടിപൊളി മാറ്റിക്കുണ്ട് കേട്ടോ. അതേപോലെ രാജേഷ് ചേട്ടന് നല്ല റെസ്റ്റൊക്കെ എടുത്ത് കുളിച്ച് മാറ്റി റെഡി ആയി നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ആളാട്ടോ. അപ്പോൾ മൂപ്പര് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം ഇനി നല്ല അടിപൊളിയായിട്ടുള്ള കഞ്ഞിയുടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ. കാരണം ഇന്നലൊക്കെ നല്ല ബിരിയാണിയൊക്കെ ഉച്ചക്ക് കഴിച്ചാലോ, അപ്പം ഇന്ന് കഞ്ഞിയാണ്. അമീർ ഉസ്താദ് ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട് വിളമ്പി കൊടുക്കാൻ. നല്ല ബീഫ് കറി. ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല ഉണക്ക ബീഫ് കേട്ടോ, തെരണ്ടി അല്ലേ. നല്ല മണങ്ങിനെ അടിച്ച് വീശുന്നുണ്ട്. കണ്ടാലുണ്ടല്ലോ ആരും കഴിച്ചു. നല്ല എരിവുള്ള കറിയാണ്. അപ്പൊ ഇതിപ്പോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എല്ലാരും കാത്തിക്കാട്ടോ. പാമ്പനെ കണ്ടോ നീ? എങ്ങനെയുണ്ട്? പേടിച്ചോ മാമനാണ്ട്? ഇല്ല, ഡാമിന്റെ മേലെ നല്ല ഉഷാറായിട്ട് പാഞ്ഞളിച്ചല്ല. രാജേഷ് ചേട്ടന് നമ്മളെ മിസ് ബേസൊക്കെ കഞ്ഞി കൊടുത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതിനൊക്കെ നല്ല ഉണക്ക ബീഫ്. ആ കഞ്ഞിന്റെ നടുവിലങ്ങ് പാർന്നിട്ടുണ്ടല്ലോ. പഴയ കാലം കൊണ്ട് ഓർക്കാൻ പറ്റിയൊരു സമയമാണ്. അടുത്ത നമ്മൾ എല്ലാം ഉണ്ടാവും. ഒന്നും ഇത് ഇലയിൽ വിളമ്പിയത് നിങ്ങൾ കഞ്ഞി. ലോകത്തിലെ ആദ്യ മനുഷ്യനാണ് ഇലയിൽ കഞ്ഞി കുടിക്കുന്നത്. അതാ നമ്മള് പുതിയാപ്പിള വന്നിരിക്കുകയാണ്. പുതിയാപ്പിള എപ്പോഴും 3 പ്ലേറ്റ് ഒന്നിച്ചിട്ടില്ല തരാ. കുറച്ചാക്കണ്ട, അത്യാവശ്യം ഇട്ടോളി. കഴിക്കൂലെന്നൊക്കെ പറയും. നല്ല കറിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ അച്ചാറും ഇട്ട് തരും. ഇത്ര ആത്മാർത്ഥമുള്ള മുതലാളി മരങ്ങൾ എവിടെ കണ്ടില്ല? ഡ്രൈവറിന് എല്ലായിടം കണ്ടില്ല അല്ലേ? എല്ലാവരും ഇങ്ങനെ ഡ്രൈവർമാർക്ക് ഉറങ്ങാന്നുള്ളത്. അങ്ങനെ ഫുള്ള് നടന്ന് ക്ഷീണിച്ചിട്ട് നമ്മൾ സിദ്ധിക്കാതാ കഞ്ഞൊക്കെ പിടിച്ച് റെഡി ആയി നിൽക്കുന്നുണ്ട്. എല്ലാവരും ബിരിയാണിക്ക് തിരക്കൂടുന്ന കാണുന്ന കേട്ടോ. അവിടെ കഞ്ഞിക്കാ തിരക്കൂടുന്നത്. നമ്മുടെ ബസ്സിലെല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം എന്തൊക്കെ വേണം, വെള്ളത്തിന്റെ സൗകര്യം, പാത്രം കഴുകാനുള്ളത്, ഗ്യാസ്, അടുപ്പ്, എല്ലാ സൗകര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. ഇത് ആദ്യം പിന്നെ കറിയും പിന്നെ കഞ്ഞിയല്ലേ. നമുക്ക് കഞ്ഞി കുടിക്കുന്ന ആൾക്കാരോട് ചെറിയൊരു അഭിപ്രായം ചോദിച്ചോക്കാം, എന്താ സംഭവം എന്നുള്ളത് കേട്ടോ. എല്ലാവരും പേടിച്ചിട്ട് പോകുന്ന കാണുന്നുണ്ട്. ആദ്യം നമ്മൾ അക്ബർ അലിക്കാനോട് ചോദിച്ചോക്കാം, എങ്ങനെയുണ്ട് കഞ്ഞും കറിയും അല്ല? ചൂടിന് ബെസ്റ്റ് സാധനം അല്ലേ? ചൂടിന് ബെസ്റ്റ് സാധനം. അതെ, നല്ലുണ്ടല്ലേ? ഇങ്ങനെ ഇല പോകുന്നുണ്ടോ? സംശയം അല്ലേ? മാഷാ അല്ലാഹ്, നമ്മളെ കാരണവന്മാർ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ യാത്രക്കിടയിൽ നല്ല കഞ്ഞും നല്ല ഉണക്കമീന്റെ കറിയും എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട് അല്ലേ? മാഷാ അല്ലാഹ് അല്ലേ? പഴയകാലം ഓർക്കാൻ ചൂടിന് ഫസ്റ്റ് അല്ലേ? നമ്മളെ ക്ലർക്ക് ഇതാ നല്ല എപ്പോഴും ബിരിയാണി നെയ്ച്ചോറൊക്കെ അല്ലേ അല്ലേ? ഉഷാറാവും അല്ലേ? അപ്പൊ അതിന്റെ കഞ്ഞി കുടിക്കാല്ലേ? എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മള് തീർച്ചയായിട്ടും. അപ്പൊ ബിസ്മി കൂട്ടിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്തോളി. അതിനിങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞോളേ. നാഗൂരിലെ അതിമനോഹരമായ കാഴ്ച കേട്ടോ. നമ്മുടെ നാഗൂർ എന്ന് പറയുമ്പോൾ ഏകദേശം അജ്മീറിൽ ഉള്ളതുപോലെ തന്നെ ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു സ്ഥലം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, ഒരുപാട് ഗല്ലികളൊക്കെ ആയതുകൊണ്ട്. അവിടെയാണ് മഹാനെ മയ്യത്തൊക്കെ കുളിപ്പിച്ചെന്ന് പറഞ്ഞ കുളം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ സിയാറത്തിൻ്റെ 3ാമത്തെ ദിവസം കേട്ടോ. ശബ്ദത്തിനൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, ചെറിയ വർക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മളെ കൊല്ലത്തുള്ള മുഹമ്മദ് ഉണ്ട്, കാസർഗോഡുള്ള സഫ്വാൻ ഉണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മഞ്ഞുകുളല്ല, മഞ്ഞുകുളത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ മലമ്പുഴ, അതുപോലെ നാട്ടുകല്ല്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെറിയ 1-2 കാഴ്ചകളും സിയാറത്തൊക്കെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അജിക്ക റെഡിയായി വന്നോണ്ട് കേട്ടോ. അജിക്ക എങ്ങനെയുണ്ട് 2 ദിവസത്തെ യാത്ര അല്ലേ? ചെറിയ വർക്ക് ക്ഷീണം ഉണ്ടെങ്കിലും ഒരു ക്ഷീണമായിട്ട് തോന്നുന്നില്ല അല്ലേ? ശരിയാവും. അപ്പൊ ബസ്സിനുള്ളിൽ എടുക്കുന്ന ഒരു വാക്കിംഗ് എല്ലാം ആക്കിയാൽ മതി. അതല്ലേ, ശരിയാവും. അപ്പൊ നമുക്ക് നേരെ ദർഗയിലേക്ക് പോവാം.
ഈ മക്കാമിന്ന് ഇറങ്ങുമ്പോൾ മക്കാമിന്ന് പയം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സിദ്ദീഖ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല ഒന്ന് മതി, ഞാൻ ഒന്ന് തിന്നിനപ്പോൾ അല്ല. അപ്പം എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ പയക്ക് തിന്നല്ലേ, എല്ലാവരും തബറക്കിന് വേണ്ടി പയം തന്നിരിക്കുകയാണ് കേട്ടോ. ഞാനവിടെ മഞ്ഞക്കുളം ചേർത്ത് ചെയ്തപ്പോൾ അനുഭവം അല്ല എനിക്ക് എങ്ങനെയുണ്ട്? മഞ്ഞക്കുളം ചേർത്ത് ചെയ്തപ്പോൾ അനുഭവം അല്ല മനസ്സിന് റാഹത്തായി. പയത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് മോനെ? അപ്പം നമ്മൾ ആദ്യമൊക്കെ നല്ല വടയും ചായയും കഴിച്ചുകൊണ്ടിരിക്കണ്ട. മഞ്ഞംകുളത്താണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചായ കടിയും? അല്ലേ, ചായ ഇഷ്ടപ്പെട്ടാ? ഏകദേശം തമിഴ്നാടിൻ്റെ ചുവയുള്ള ചായയാണ് അല്ലേ? എന്നാലും കുഴപ്പമില്ല അല്ലേ? അതെ അല്ലേ? ആ എല്ലാം കൊണ്ട് പിന്നെ ചായ കുടിച്ചില്ലേ? എങ്ങനെയുണ്ട് ചായ? ചായ ഉണ്ട്. നമ്മൾ സോഡ കുടിച്ചില്ല അല്ലേ? നല്ല സോഡയും ചായയൊക്കെ കുടിച്ചിങ്ങനെ റെഡി ആയി നിൽക്കട്ടോ. സ്വന്തനാട് പുത്തൂര് ഇരുത എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതെല്ലാം നാട്ട് സംസ്ഥാനത്തിന്റെ ഉസ്താദന്മാരുണ്ട്. അതേ വലിയ ഭാഗ്യമാണ്. ഞാനിത് കൂടിയത് വലിയ ഭാഗ്യമാണ്. ഇതിനൊക്കെ ഉസ്താദന്മാർ എങ്ങനത്തെ നമുക്ക് സഹായിക്കുന്നത്. ഒരു ഉസ്താദിന്റെ ബാഗിനെ പെരുന്നാണ്ടാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. പിന്നെ ഉസ്താദ് ഇപ്പൊ കൈ പൊട്ടിനെ മീറ്റെത്തി എങ്ങനെയെങ്കിലും നോക്കുന്നുണ്ട്. പിന്നെ ഉസ്താദ് ടിവിന്റെ ഇത് കാണിച്ചുകൊണ്ടുണ്ട്. പിന്നെ ബാലൻസ് അനക്ക് കൃഷിയല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാൻസ് കിട്ടിയത് എനിക്ക് ഭാഗ്യം. പൈസന്റെ പ്രശ്നമല്ല, പൈസ 100 ഏറെ ഇങ്ങനത്തെ ചാൻസ് കിട്ടുന്നുണ്ട് ഈ ഉസ്താദന്മാർ. സന്ദർഭയോജിതമായി പല വിഷയങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും വലിയ പണ്ഡിതന്മാരിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വന്ന് വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഉചിതമല്ല. ഏകദേശം 4-5 ദിവസത്തിൻ്റെ ഒരു യാത്ര ഉദ്ദേശിച്ചാണ് പുറപ്പെട്ടത്. നാട്ടുകല്ല് മുക്കാമിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുക കേട്ടോ. ഒരുപാട് വർഷം മുമ്പ് നമ്മളിവിടെ ഇതിലൂടെ സ്ഥിരമായിട്ട് മുടങ്ങാതെ സിയാറത്തിന് പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു, ദർസ് എന്നൊക്കെ. അന്ന് ഉള്ളതിനേക്കാൾ എത്രയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ പരിസരത്തൊക്കെ കേട്ടോ. നമ്മുടെ സുഹൃത്തിന് പുത്തൂർ ശിഹാബ് സഖാഫിയുടെ നാട്ടും കൂടിയാണ്. പുത്തൂർ ശിഹാബ് സഖാഫിയുടെ നാടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് പണ്ടൊക്കെ. അന്നുള്ളതിനേക്കാൾ എത്രയോ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തിനേക്ക് വിളിക്കാം, അവനിപ്പം വരും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രയുടെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടുകല്ല് മക്കാമിലാണുള്ളത്. നമ്മുടെ ബസ്സിൻ്റെ ഓണർ നമ്മളൊപ്പം തന്നെ എല്ലാം എല്ലാമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ വീഡിയോയിൽ നമ്മളെ ഷിഹാബുദ്ദീൻ സഖാഫി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ശരിയേക്കാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഷിഹാബുദ്ദീൻ സഖാഫിൻ്റെ നാടും കൂടിയാണ്. നമ്മൾ 8-9 വർഷം ഒന്നിച്ചൊരേ ദർസിൽ പഠിച്ചതാണ്. ഇപ്പോൾ മൂപ്പര വീട് ഈ മക്കാമിൻ്റെ നേരെ പരിസരത്താണ്. നമ്മൾ പണ്ട് ദർശനമൊക്കെ ഈ റൂട്ടിൽ പോകുമ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു കൊല്ലം കൊണ്ട് എത്രയോ മാറ്റങ്ങളോടെ പുതുക്കിപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ മാറ്റമുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ നാടും കൂടിയാണ്. അപ്പോൾ നമുക്കും വേണ്ടിയിട്ട് ജോലി സ്ഥലത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് നമ്മളെല്ലാവരും എത്തിയപ്പോൾ? വളരെ സന്തോഷങ്ങൾ. പിന്നെ ഒരുപാട് മക്കാമ് ഒരുപാട് മഹാന്മാരെടുത്താണല്ലോ പോയി. അതും ഭീമാപ്പള്ളി റൂട്ട് അങ്ങനെ ആരും മലബാറിൽ ഏകദേശം മക്കാമ് പോയി. പിന്നെ ഏറുവാടി, ഇങ്ങനെ തമിഴ്നാട് ആ ഭാഗത്തുള്ള എല്ലാവർക്കും പോയി. അപ്പോൾ അതിൻ്റെ വലിയൊരു ആർക്കാ കൊടുക്കേണ്ട നല്ല രീതിക്ക് കൊണ്ട് അമീറാണെങ്കിലും കൂടി ഇവരാണ് അതിന്റെ നേതൃത്വം. അതിന്റെ കറക്റ്റ് പോയിന്റിങ് സ്ഥലത്ത് നിന്ന് ടൈമിംഗ് അനുസരിച്ച് എത്തിക്കുന്നത് ഇവരാണ്. അപ്പൊ അതിന്റെ വലിയൊരു പിന്നെ വേറൊന്നും നമ്മളെത്ര ഹാപ്പി ആയാലും ബസ്സിലുള്ള ഡ്രൈവർമാരും ബസ്സിന്റെ ആളുകളും ഒരു നമുക്കൊരു സമാധാനം, നമുക്ക് ഇടവേകേണ്ട ഒരു രൂപം ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം. അപ്പൊ അതിന് പറ്റിയ ഒരാളും കൂടിയാണ് നമ്മളെ അമ്മയാക്കുന്നുണ്ട്. ഇത് സലീം ഭായി നമ്മളെ അപ്പൊ നമ്മളെ തൽക്കാലം ഒരു ജസ്റ്റ് വീഡിയോന്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ ഷിഹാബുദ്ദീൻ സഖാഫിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചേർത്ത് ചെയ്തിട്ട് ഉദ്ദേശത്തിന് റമദാനിൽ ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയായിരിക്കുന്ന പള്ളി പരിസരത്ത് ഈടാക്കിയിരുന്നത്. അപ്പോൾ നമ്മളും സാധാ ഈ ഒരു 4 ദിവസത്തിൻ്റെ നീണ്ടുനിന്ന യാത്ര
അവസാനം ഷാഫാൻ്റെ ഒരു അവസാന ഘട്ടത്തിലായിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പള്ളി ക്ലീനാക്കി വെച്ചതുപോലെ നമ്മളെ ശരീരം ക്ലീനാക്കി എല്ലാ ഔലിയാക്കന്മാരെ ഹദറത്തിൽ പോയി സിയാറത്താക്കിയിട്ട് ഒരുപാട് ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സിയാറത്തായിട്ട് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുടുംബത്തോടുകൂടെ ഒരുമിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലപ്പുറം ശുഹദാക്കളുടെ ചാരത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റത്തെ രണ്ടാമത്തെ സിയാറത്താണ്. ഇത് കഴിഞ്ഞാൽ ഇനി മമ്പറും കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. മലപ്പുറം വലിയ സ്ഥലമുണ്ടല്ലോ. അവിടത്തേക്ക് 200 മീറ്റർ നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കണം. അപ്പോൾ അവിടത്തേക്കാണ് യാത്ര. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم ربي اغفر لي امين. بسم الله الرحمن الرحيم. والصراط مجر كريم نحن الموتى نقدم. പ്രിയമുള്ളവരെ, നമ്മുടെ സിയാറത്തിൻ്റെ മമ്പറം നമ്മുടെ ദർഗയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാരം ഇശാക്ക് ജമ്മ ചെയ്തിട്ട് ഇവിടെ നമ്മൾ നേരെ ഇനി നാട്ടിലേക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് മടങ്ങും കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒരു യാത്രയും അവസാനിക്കുന്നു. ഈ ഒരു വ്ളോഗ് വീഡിയോസും ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, മമ്പറം മഖാമുമായി ബന്ധപ്പെട്ട വീഡിയോസ് തൊട്ട് 4-5 മാസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അവിടുത്തെ ചരിത്രങ്ങളും കറാമത്തുകളൊക്കെ ധാരാളം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മമ്പറത്തിൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വന്നെടുത്ത് ഈ ഒരു സ്പേസ് അപ്പോൾ ഈ ഒരു പ്രാവശ്യത്തെ സിയാറത്ത് ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി അവസാനിക്കാൻ വേണ്ടി പോകണം കേട്ടോ. സിയാറത്തോടു കൂടി നമ്മുടെ ഈ ഒരു യാത്രക്ക് അവസാനം കുറിച്ചിരിക്കും.